ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? സെക്കൻഡ് ലെസൺ കംപ്ലീറ്റ് ആയി അല്ലേ? അപ്പൊ മിസ്സിൽ ഒരു ലാസ്റ്റ് ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. എന്തായിരുന്നു അത്? നിങ്ങൾ നടത്തിയ ഏതെങ്കിലും ഒരു യാത്രയെ കുറിച്ച് 5 വാക്യം എഴുതുക. എത്ര പേരത് ചെയ്തിട്ടുണ്ട്? ഓക്കെ, ഒന്ന് നോക്കട്ടെ. കൈ കാണിച്ചേ, എല്ലാവരും ചെയ്തവരൊന്ന് കൈ കാണിച്ചേ. ഓക്കെ, അപ്പൊ മിസ് വായിക്കാൻ പറയുന്ന ഒരാളത് വായിക്കണേ. നോക്കട്ടെ, ഒന്ന് കൈപൊക്കിയേ. എത്ര പേര് ആ വർക്ക് എഴുതി വെച്ചിട്ടുണ്ട്? ഓക്കെ, സെൽന, ജൂലിയറ്റ്, ജെമിൻ ജേക്കബ്, സിദ്ധാന്ത് കൃഷ്ണ, പിന്നെയോ നിഹാര, ജോയൽ. ജോയൽ എഴുതിയോ? ജോയലിന്റെ കുഞ്ഞാവ കൈപൊക്കുന്നുണ്ടല്ലോ. ഹസ്ന, ലിസൺ ഹിയർ മോളെ. ഓക്കെ, അപ്പോ ആരാ ഇന്നത് വായിക്കുന്നേ? സെൽന. ഓക്കെ, സെൽന പ്ലീസ് അൺമ്യൂട്ട്. നോക്കട്ടെ നിങ്ങൾ എങ്ങനെയാ എഴുതിയെന്ന്. ഞാൻ എന്റെ കുടുംബസമേതം ബേക്കൽ കോട്ടയിലേക്ക് പോയി. രാവിലെയാണ് യാത്ര തുടങ്ങിയത്. എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു. ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്നു. വലിയ കെട്ടിടങ്ങൾ, വയലുകൾ, മരങ്ങൾ എന്നിവയെല്ലാം പിന്നിലാക്കി ഞങ്ങളുടെ വണ്ടി മുന്നോട്ട് നീങ്ങി. 9 മണിക്ക് ബേക്കലിൽ എത്തി. കോട്ടയുടെ പരിസരം നിരീക്ഷിച്ചു. ധാരാളം പൂക്കൾ പൂത്തു നിൽക്കുന്നു. കടലിലെ തിരമാലകൾക്കൊപ്പം ഓടിക്കളിച്ചു. ഒരുപാട് കാഴ്ചകൾ കണ്ടു. ഒരു ഹോട്ടലിൽ കയറിയ ശേഷം വീട്ടിലേക്ക് മടങ്ങി. ഓക്കെ, ഗുഡ്. ബേക്കൽ കോട്ടയിൽ പോയ കാര്യം എഴുതിയത് സെൽന അല്ലേ? നെക്സ്റ്റ് ആരാ? സിദ്ധാന്ത് ഒന്ന് വായിച്ചേ മോനെ. നോക്കട്ടെ എങ്ങനെയുണ്ട് എഴുതിയത്. പ്ലീസ് അൺമ്യൂട്ട് സിദ്ധാന്ത്. സിദ്ധാന്തേ അൺമ്യൂട്ട് ചെയ്തേ മോനെ. ചെയ്തോ? പറ്റുന്നില്ലേ? ആന്റിക്ക് സിദ്ധാന്തേ. നെക്സ്റ്റ് ജൂലിയറ്റ്. എന്നാൽ ജൂലിയറ്റ് വായിച്ച മോളേത്? യാത്ര. ഞാൻ കുടുംബത്തിനൊപ്പം ചൂട്ടാട് ബീച്ചിൽ പോയി. അവിടെ ഞങ്ങൾ എല്ലാവരും ബോട്ടിൽ കയറി. ഉച്ചയിൽ കാട്ടു വെച്ച് ട്രെയിനിൽ എന്താ മോളെ? ചൂട്ടാട് ബീച്ചിലെത്തി. എന്നിട്ടോ എന്തൊക്കെയാ നിങ്ങൾ ചെയ്തത്? ബോട്ടിൽ കയറി. ക്ലിയർ ഇല്ലേ? വായിക്കാൻ പറ്റുന്നില്ലേ? വായിച്ചോ? ഉച്ചത്തിൽ പാടി ഡാൻസ്. ഈ ബുക്കാണ് എഴുതിക്കുന്നത്. കുറച്ചെങ്ങോട്ട് വായിക്കാവേ. ആയിക്കോട്ടെ. നെക്സ്റ്റ് ആരാ എഴുതിയത്? നെക്സ്റ്റ് ബെനീറ്റ എഴുതിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആരാ എഴുതിയത്? അപ്പൊ ഇതെല്ലാവരും ഒന്നും കംപ്ലീറ്റ് ചെയ്യുന്നില്ല അല്ലേ വർക്ക്? സിദ്ധാന്ത അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ മോനെ.
എത്തുന്നില്ലേ? എന്നാ വായിച്ചോ. ഞാനും അച്ഛനും അമ്മയും കേൾക്കുന്നുണ്ടാ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് മോനെ, വായിച്ചോ. ഞാനും അച്ഛനും അമ്മയും ഏട്ടനും ഊട്ടിയിൽ പോയി. ഒരു വിനോദയാത്രയായിരുന്നു. പോയി കേൾക്കുന്നില്ല മോനെ. ഞാൻ ആസിഫ് സഭയല്ലേ എഴുതിയത്? ആസിഫ് സഭ പ്ലീസ് അൺമ്യൂട്ട് ചെയ്തേ. ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം ചെമ്പലി കൊണ്ടുപോയി. അവിടുന്ന് നമ്മൾ ബോട്ടിൽ കയറി ഒരുപാട് ഗെയിംസ് കളിച്ചു. പാലത്തിന്മേലെ നടന്നു. ഐസ്ക്രീം കഴിച്ചു. പോപ്കോൺ കഴിച്ചു. ഒരുപാട് ആഹ്ലാദിച്ചു. ഓക്കെ, അപ്പൊ ഇതുപോലെ എല്ലാവരും എഴുതണേ. നിങ്ങൾ എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ടുണ്ടാവൂലേ? വിസ്മയ പാർക്കിലോ ബേക്കൽ കോട്ടയിലോ കുട്ടാട് ബീച്ചിലൊക്കെ. ഓക്കെ, അങ്ങനത്തെ ഒരു വർക്ക് ചെയ്യണം, അത് എഴുതണം കേട്ടോ. എല്ലാവരും എഴുതി സൂക്ഷിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മളെ 3ാമത്തെ ലെസണാ എടുക്കേണ്ടത്. പാഠം 3. എന്താ പേര്? ഓമനെ നീ ഉറങ്ങ്. അല്ലേ? ഒരു ഉറങ്ങുന്ന പാട്ടാ പാടുന്നത്, താരാട്ട് പാട്ട് അല്ലേ? ഓമനെ നീ ഉറങ്ങ്. എന്താ പാടത്തിന്റെ പേര്? ഓമനെ നീ ഉറങ്ങ് അല്ലേ? ഓക്കേ, ഒന്ന് പാടാൻ ശ്രമിക്കാം. ഓമനെ നീ ഉറങ്ങൻ മിഴിവണ്ടിണത്തു മലർത്തേൻ കുഴമ്പെന്റെ തങ്കം. ആടിയും പാടിയും ചാടിയും ഓടിയും വാടിയും വീടും മുഖരമാക്കി. വാടി വിയർത്ത മുഖാംബുജത്തോടെന്നെ തേടി നീ അന്തിയിൽ വന്ന നേരം. നിൻ കവിൾ തങ്കത്തകിട്ടിങ്കൽ പിഞ്ചുമ്മ എൻ കണ്ണിലുണ്ണി ഞാൻ എത്ര വച്ചു. ആരോമൽ പൈതലേ ഞാൻ എത്ര നിന്നെ എൻ മാറോടണച്ച് ഉണർന്നു നിന്നു. ഓമനെ നീ ഉറങ്ങൻ മിഴിവണ്ടിണ തൂമലർത്തേൻ കുഴമ്പെന്റെ തങ്കം. അല്ലേ? കുട്ടീനെ താരാട്ട് പാടി ഉറക്കുന്ന പാട്ടാണ് അല്ലേ അമ്മ? അല്ലെ? എന്താണ് പാട്ട് പാടുന്നത്? ഓമനെ നീ ഉറങ്ങ് എന്നാണ് പാടത്തിന്റെ പേര് അല്ലേ? ഓമനെ നീ ഉറങ്ങൻ മിഴി വണ്ടിണത്തു മലർത്തേൻ കുഴമ്പെന്റെ തങ്കം. ആടിയും പാടിയും ചാടിയും ഓടിയും വാടിയും വീടും മുഖരമാക്കി. എന്താ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? പിന്നെയോ, വാടി വിയർത്ത മുഖാംബുജത്തോടെന്നെ തേടി നീ അന്തിയിൽ വന്ന നേരം. നിൻ കവിൾ തങ്കത്തകിട്ടിങ്കൽ പിഞ്ചുമ്മയൻ കണ്ണിലുണ്ണി ഞാൻ എത്ര വച്ചു. ആരോമൽ പൈതലേ ഞാൻ എത്ര നിന്നെ എൻ മാറോടണച്ചു ഉണർന്നു നിന്നു. ഓമനെ നീ ഉറങ്ങൻ മിഴി വണ്ടിണത്തു മലർത്തേൻ കുഴമ്പെന്റെ തങ്കം. അല്ലേ? എന്റെ തങ്കത്തിനെ കുറിച്ച് പാട്ട് പാടി, നല്ല കുട്ടിക്ക് താരാട്ട് പാട്ട് അമ്മ അല്ലേ? നല്ല പാട്ട്, രസമുണ്ട് അല്ലേ? ഓക്കെ, എന്താ പറയുന്നത്? ഓമനെ നീ ഉറങ്ങ് എൻ മിഴി വണ്ടിണത്തു മലർത്തേൻ കുഴമ്പെന്റെ തങ്കം. ഓക്കെ, ഓമനെ, അതായത് ഓമനെ എന്ന് വിളിക്കുന്ന ആരെയാ? കുഞ്ഞിനെ അല്ലേ?
ഓമനെ നീ ഉറങ്ങൻ മിഴി വണ്ടിന തൂമലർ തേൻകുഴമ്പെന്റെ തങ്കം. കുട്ടീനെ കുറിച്ച് അമ്മ പറയുന്നല്ലേ? എന്താ പറയുന്നത്? ഓമനെ നീ ഉറങ്ങ്. താരാട്ട് പാടുമ്പോ എന്താ പറയാ? പാവാവോ പാടി ഉറക്കാന്നെല്ലാം പാടലുണ്ട് അല്ലേ നമ്മള്? ഓ ഓമനേന്ന് വിളിക്കുന്ന നമ്മളെ കുഞ്ഞു വാവേന അല്ലേ? ഓമനെ നീ ഉറങ്ങ്. തൂമലർ എന്നാ അർത്ഥം? തൂമലർ നമ്മൾ കഴിഞ്ഞ പാട്ടിൽ പഠിച്ചിട്ടുണ്ടല്ലോ. മലർ പഠിച്ചിട്ടില്ലേ നമ്മള് കഴിഞ്ഞ പാട്ടില്? എന്താ മലർ അർത്ഥം? എന്താ ആവണി മലറിന്റെ അർത്ഥം? പ്ലീസ് അൺമ്യൂട്ട്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ മലർ പഠിച്ചിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്തേ മോളെ, പറഞ്ഞേ. പൂവ്. പൂവ് അല്ലേ? പൂമലർ, നല്ല പൂവ്. മലർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൂവ് അല്ലേ? അപ്പോ എന്താ പറയുന്നത്? ഓമനെ നീ ഉറങ്ങ്. മലർ പൂവിനോടും പറയുന്നത്, പൂവിനോട് ഉപമിക്കുന്നത് അല്ലെ കുഞ്ഞിനെ? ഓക്കെ, എന്റെ തങ്കം നല്ല പൂവിനെ പോലെ എന്ന് പറയുന്നത്. പിന്നെന്താ പറഞ്ഞേ? ആടിയും പാടിയും ചാടിയും ഓടിയും വാടിയും വീടും മുഖരമാക്കി അല്ലെ? ആടിയും പാടിയും. ഒരു കുഞ്ഞുമക്കളുണ്ടെങ്കിൽ അവിടെ ഒച്ചപ്പാടായി അല്ലേ? അപ്പൊ അതാ പറഞ്ഞ ആടിയും പാടിയും ചാടിയും ഓടിയും, ചാടിയിട്ടും ഓടിയിട്ടും ആടിയിട്ടും പാടിയിട്ടും ഒക്കെ എന്ത് ചെയ്യും? നമ്മുടെ വീടിനെ മുഖരമാക്കുക. എന്നാ മുഖരമാക്കുക അർത്ഥം? ശബ്ദമുണ്ടാക്കുക അല്ലെ? മുഖരമാക്കുക പറഞ്ഞ ഒച്ചയനക്കം ഉണ്ടാക്കുക അല്ലെ? കുട്ടികളുണ്ടെങ്കിൽ, നമുക്ക് കുഞ്ഞുവാവയിലുണ്ടെങ്കിൽ കുറച്ച് നടക്കാനുണ്ടായ കുട്ടികളാകുമ്പോ എന്താവും? ആ വീട്ടിനൊരു ഉണർവായിരിക്കും അല്ലെ? അവര് ഒരു കുട്ടി ഒരു ദിവസം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇന്ന് അവളില്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര മൂഡ് ഓഫ് ആന്ന് പറയും അല്ലേ? നമുക്ക് ചില വലിയ കുട്ടികളായാലും വലിയവരായാലും ചില കുട്ടികൾ എന്തായിരിക്കും? നമ്മുടെ വീട്ടിൽ ഭയങ്കര ഒച്ചയനക്കം സൃഷ്ടിക്കും അല്ലെ അവര്? അതുകൊണ്ട് അവര് നമുക്ക് വീട്ടിലില്ലാതിരുന്നാൽ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പൊ നിങ്ങളിൽ ഇപ്പൊ ഒരാൾ വീട്ടിലില്ലാതിരിക്കുമ്പോ അമ്മമാരും അച്ഛനും ഒക്കെ പറയും, എന്തേ ഇന്ന് എന്റെ മോളില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര, അല്ലെങ്കിൽ മകനില്ലാത്തതുകൊണ്ട് ഭയങ്കര എന്തോ പോലെ, വീട് ഉറങ്ങിയ പോലെ ഉണ്ട് എന്ന് പറയും. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? ആ കുഞ്ഞ് അവിടുത്തെ എല്ലാം ആണ് അല്ലേ? അവിടെ ആകെ ഒരു ഒച്ച ഉണ്ടാക്കുന്ന, ഒച്ചയും അനക്കൊക്കെ ഉണ്ടാക്കുന്ന ആളാരാണ്? ആ മകളാണ് അല്ലേ? അല്ലെങ്കിൽ ആ മകനാണ്. അതുകൊണ്ടാ അങ്ങനെ പറയുന്നത്. എന്റെ മോളില്ലാത്തതുകൊണ്ട് ഇന്ന് നമുക്ക് ഭയങ്കര സങ്കടം, ഒരു സുഖമില്ല ഇവിടെ എന്ന് പറയും നമ്മളല്ലേ? അതാ പറഞ്ഞത്. അതുപോലെയാണ് ആ കുഞ്ഞു അല്ലേ? ആടിയും പാടിയും ചാടിയും ഓടിയും വാടിയും വീടും മുഖരമാക്കി അല്ലേ? ശബ്ദമുണ്ടാക്കി. എങ്ങനെ? ആടിയിട്ടും പാടിയിട്ടും ഒക്കെ. എന്നാ പറഞ്ഞാ എന്ത് കളിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? വീട്ടിലൊരു കുഞ്ഞുണ്ടെങ്കിൽ നല്ല ഒച്ചയനൊക്കെ ഉണ്ടാവും അല്ലെ? വീട്ടിലെ കുഞ്ഞു ആവൊന്നും ഇല്ലെങ്കിൽ സ്റ്റെക്കാണ്. ആരാ? എഡ്വിൻ. എഡ്വിന് കേൾക്കുന്നില്ലേ? എഡ്വിന് ക്ലിയർ ഇല്ലേ മോനെ? എല്ലാവർക്കും മിസ് പറയുന്ന കേൾക്കുന്നുണ്ടോ? Can you hear me? ഓക്കെ. അപ്പൊ എഡ്വിൻ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലേ എഡ്വിൻ? എല്ലാവർക്കും കിട്ടുന്നുണ്ടടാ കേട്ടോ. മോന് എന്തോ ഒരു നെറ്റിന്റെ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ മോനൊന്ന് വീഡിയോ ഒന്ന് ലെഫ്റ്റ് ലീവ് അടിച്ച് പോയിട്ട് ഒന്ന് തിരിച്ചു വന്ന് നോക്കിയേ, ചിലപ്പോ കിട്ടും. അല്ലെങ്കിൽ വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയേ, അപ്പൊ ചിലപ്പം ഓഡിയോ കേൾക്കും. വീഡിയോ ഓഫ് ചെയ്ത് നോക്കിയേ. ഓക്കെ. അപ്പൊ ഓമനെ നീ ഉറങ്ങി എന്ന പാടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? കുഞ്ഞുവാവേനെ താരാട്ട് പാട്ടി ഉറക്കുന്നതാണ് അല്ലെ? All of you listen here. Toshin, listen here മോനെ. ഓമനെ നീ ഉറങ്ങൻ മിഴി വണ്ടിണത്തു മലർത്തേൻ കുഴമ്പെന്റെ തങ്കം. തങ്കം എന്ന് വിളിക്കുന്ന ആരെയാ? കുഞ്ഞിനെ വിളിക്കുന്നത് അല്ലെ? ഓക്കെ. ആടിയും പാടിയും ചാടിയും ഓടിയും വാടിയും വീടും മുഖരമാക്കി. ഇങ്ങനെയാ കുട്ടികള് ആ വീട് മുഴുവൻ അറിയും അല്ലെ അവരുണ്ടെങ്കില്? അപ്പൊ അതാ പറഞ്ഞത്, ആടിയും പാടിയും ചാടിയും ഓടിയും പാടിയും വീടും മുഖരമാക്കി, ശബ്ദമുണ്ടാക്കി. മുഖരമാക്കുക, ശബ്ദമുണ്ടാക്കുക. തൂമല, നല്ല പൂവ്. എന്താ? വാടി വിയർത്ത മുഖാംബുജത്തോടെന്നെ
തേടി നീ അന്തിയിൽ വന്ന നേരം. വാടി വിയർത്ത അല്ലെ. അന്തിയാവുമ്പോ എങ്ങനെ ഉണ്ടാവും? കുട്ടികളൊക്കെ ഒന്ന് ഫുൾ ടൈം കളിച്ച് ക്ഷീണം പിടിച്ചിട്ടുണ്ടാവും അല്ലെ. വെറുതെ ഇരിക്കൂല്ലോ അവരെപ്പോഴും അല്ലെ. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, കളിച്ചോണ്ട് കുരുത്തക്കട കളിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? അവര് വൈകുന്നേരം ആകുമ്പോഴേക്ക് തളരും അല്ലെ. ചില കുട്ടികൾ കാണില്ല, കിടന്നുറങ്ങി രാവിലെ ആയാലും എഴുന്നേക്കൂല. വിളിച്ചത് ഒരു 10 പ്രാവശ്യം തട്ടി വിളിക്കേണ്ടി വരും അല്ലെ. പല്ല് തേക്കാൻ മടി, അപ്പൊ എഴുന്നേക്കാൻ മടിയായിരിക്കും. എന്തുകൊണ്ടാ? അവരന്തിയോളം അധ്വാനിച്ചോണ്ടിരിക്കും അല്ലെ. വെറുതെ ഇരിക്കുവേ ഇല്ല. അങ്ങനെ ആവുമ്പോ എന്ത് ചെയ്യും? അവര് ക്ഷീണം പിടിക്കും അല്ലെ. അതാ പറയുന്നത്, വാടി വിയർത്ത മുഖാംബുജത്തോടെന്നെ തേടി നീ അന്തിയിൽ വന്ന നേരം. അന്തി സന്ധ്യ അല്ലെ. സന്ധ്യ ആകുമ്പോഴേക്കും അവരെന്ത് ചെയ്യും? വാടി വിയർത്തിട്ട്, വാടി തളർന്ന് വിയർത്ത് തളർന്ന് മുഖാംബുജത്തോടെന്നെ തേടി അന്തിയിൽ വന്നു. അപ്പൊ അമ്മയുടെ അടുത്ത് എത്തും അല്ലെ. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവർക്കും അമ്മയൊക്കെ വേണം അല്ലെ. എന്തിയോളം കളിക്കും, എന്ത് ചെയ്യും, സ്കൂളിലായാലും പോവും. വൈകുന്നേരം ആകുമ്പോ, രാത്രിയാകുമ്പോ അമ്മേനെ കാണുമല്ലോ എല്ലാവർക്കും. അന്തിയിൽ വന്ന നേരം. പിന്നെന്താ? മുഖാംബുജൻ എന്ന് പറഞ്ഞ അർത്ഥം അറിയോ? മുഖമാകുന്ന അംബുജൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ ടോഷിനെ അംബുജം? അംബുജൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടോഷിൻ പ്ലീസ് അൺമ്യൂട്ട്. ടോഷിൻ, അംബുജം കേട്ടിട്ടുണ്ടോ നിങ്ങള്? എന്താ അർത്ഥം? കേട്ടിട്ടില്ല ടോഷിൻ? താമരയാണ് അംബുജം. ഓക്കെ, എഡ്വിന് വീണ്ടും ശരിയായി. അപ്പൊ അംബുജം താമര അല്ലെ. അംബുജം താമര. മുഖാംബുജം മുഖമാകുന്ന താമര അല്ലെ. മുഖാംബുജം. അപ്പൊ താമരയുടെ ഇതേപോലെ നല്ല മുഖം സുന്ദരമായിട്ടുള്ളതാണ് അല്ലെ. കുഞ്ഞുവാവേന്റെ. അപ്പോ വാടി വിയർത്ത മുഖാംബുജത്തോടെന്നെ തേടി നീ അന്തിയിൽ വന്ന നേരം. വാടി വിയർത്ത് ക്ഷീണിച്ച് ഫുൾ ടൈം കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് സന്ധ്യക്ക് ആവുമ്പോ അമ്മയുടെ അടുത്തെത്തും അല്ലെ. വന്ന നേരം. നിൻ കവിൾ തങ്കത്തകിട്ടിങ്കൽ പിഞ്ചുമ്മയൻ കണ്ണിലുണ്ണി ഞാൻ എത്ര വച്ചു. നിൻ കവിൾ തങ്കത്തകിട്ടിങ്കൽ എന്താണ്? കവിൾത്തടറിയില്ലേ? ഉമ്മ വെക്കുന്ന എവിടെയാ നമ്മള്? കവിൾത്തല്ലേ. ഓക്കെ. എത്ര പിഞ്ചുമ്മ, കുഞ്ഞുവാവയോടാണ് പറഞ്ഞ പിഞ്ചുമ്മ എൻ കണ്ണിലുണ്ണി, എന്റെ കണ്ണിലുണ്ണി ഞാൻ എത്ര വെച്ചു. എത്ര ഉമ്മയായിരിക്കും അമ്മമാർ തരുവാല്ലേ കുട്ടികൾക്ക്? അപ്പോ എത്ര ഉമ്മ ഞാൻ വെച്ചു എന്നാ പറഞ്ഞത്. എൻ കണ്ണിലുണ്ണി. കണ്ണിലുണ്ണി പറഞ്ഞാല് കണ്ണിലുണ്ണി നല്ല സ്നേഹത്തോടെ പറഞ്ഞാണ്. എന്റെ കണ്ണിലുണ്ണി, എന്റെ കുഞ്ഞു ബാവേനെ വിളിക്കുന്നതാണ് അല്ലേ. ഓക്കെ. ആരോമൽ പൈതലേ ഞാനെത്ര നിന്നെയൻ മാറോടണച്ചു ഉണർന്നു നിന്നു. ആരോമൽ പൈതലേ ആരാ? കുട്ടീനെ സംബോധന ചെയ്യുന്ന അമ്മ. പൈതൽ കുഞ്ഞുവാവ അല്ലേ. പൈതൽ കുട്ടി അല്ലേ. കുട്ടി. ആരോമൽ പൈതലേ ഞാൻ എത്ര നിന്നെയൻ മാറോടണച്ചു ഉണർന്നു നിന്നു. ഉണരുക പറഞ്ഞ എന്താ? കെട്ടിപ്പിടിക്കുക അല്ലെ. കുഞ്ഞുവാവേനെ നമ്മൾ എന്ത് ചെയ്യും? കെട്ടി പിടിച്ച് ഉമ്മ വെക്കും അല്ലെ കണ്ടാല്. അപ്പോ അതുപോലെ അമ്മ പറയാണ്, ആരോമൽ പൈതലേ ഞാൻ എത്ര നിന്നെയൻ മാറോടണച്ചു ഉണർന്നു നിന്നു. പിടിച്ചിട്ടുണ്ട്. ഓമനെ നീയുറങ്ങൻ മിഴി വണ്ടിണത്തൂ മലർത്തേൻകുഴമ്പെന്റെ തങ്കം. ഓമനെ, എന്റെ ഓമനെ, നല്ല ഭാവേനെ വിളിക്കുവാടേ. അവനെ നീ ഉറങ്ങ്, നീ ഉറങ്ങ്. എന്മിഴി വണ്ടിന തൂമലർ തെൻകുഴം എന്റെ തങ്കം. തൂമലർ എന്ന് പറഞ്ഞാൽ നല്ല പൂവ്. ഓക്കെ, മിസ് ഒന്നുകൂടി പാടാ. ഓമനെ നീയുറങ്ങൻ മിഴി വണ്ടിന തൂമലർത്തേൻ കുഴമ്പെന്റെ തങ്കം. ആടിയും പാടിയും ചാടിയും ഓടിയും വാടിയും വീടും മുഖരമാക്കി വാടി വിയർത്ത മുഖാംബുജത്തോടെന്നെ തേടി നീ അന്തിയിൽ വന്ന നേരം. നിൻ കവിൾ തങ്കത്തകിട്ടിങ്കൽ പിഞ്ചുമ്മ എൻ കണ്ണിലുണ്ണി ഞാൻ എത്ര വച്ചു. ആരോമൽ പൈതലേ ഞാൻ എത്ര നിന്നെയൻ
മാറോടണച്ചു പുണർന്നു നിന്നു. ഓമനെ നീയുറങ്ങൻ മിഴി വണ്ടിണത്തൂമലത്തേൻ കുഴമ്പെന്റെ തങ്കം. അല്ലെ, തങ്കത്തിനോട് ഉറങ്ങാൻ പറയണു. കുഞ്ഞുവാവക്ക് താരാട്ട് പാടി ഉറക്കുകയാണ് കുഞ്ഞുവാവേനെ അമ്മ അല്ലേ. ഓക്കെ, ഇങ്ങനെയൊക്കെയാ പറഞ്ഞേ. നല്ല എന്താ പറയാ, ഓമനെ എന്താ പറഞ്ഞത്, ആടിയും പാടിയും ചാടിയും. ഇപ്പൊ എന്താ പറയുന്നത്, നല്ല വീട്ടില് കുട്ടികൾ ഉണ്ടാവുമ്പോ എങ്ങനെയായിരിക്കും, അവര് വെറുതെ ഇരിക്കില്ല അല്ലെ. ആടിയും പാടിയും എന്തെല്ലോ ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കി കളിച്ച് കുട്ടികൾ എന്ത് ചെയ്യും, വീടിനൊരു ആകെപ്പാടുന്ന് മുഖരമാക്കും, ശബ്ദം ഉണ്ടാക്കും. ആ വീട്ടിന് ഒരു ഒച്ചയും അനക്കും ഒക്കെ ഉണ്ടാക്കി തരും അല്ലെ കുട്ടികള്. അപ്പൊ കുട്ടികള് വീട്ടിലില്ലാതിരുന്ന ഒരു ഉറങ്ങിയ പോലെ ആയിരിക്കും. അതാ പറഞ്ഞ ഇട ശബ്ദം ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ ഒച്ച അനക്കും ഉണ്ടാക്കുന്നുണ്ട്, ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, കുട്ടി ഉണ്ടാക്കും. എന്നിട്ടോ അന്തിയോളം ഇങ്ങനെ കളിച്ച് പകലന്തിയോളം ഇങ്ങനെ കഴിച്ച് വാടി വിയർത്ത മുഖവുമായിട്ട് എന്ത് ചെയ്യും, അമ്മയുടെ അടുത്തേക്ക് സന്ധ്യയാകുമ്പോ എത്തും അല്ലേ. ഓക്കെ, വന്ന നേരം ആ സമയത്ത് എന്ത് ചെയ്യും അമ്മ, നിൻ കവിൾത്തങ്കത്തകിട്ടിങ്കൽ, നിന്റെ കവിൾത്തടത്തില് പിഞ്ചുമ്മ. പിഞ്ചു എന്ന് പറഞ്ഞ കുഞ്ഞോട് പറഞ്ഞുകൊണ്ടാണ്, കുഞ്ഞ്. എത്ര വച്ചു കണ്ണിൽ ഉണ്ണി, എന്റെ കണ്ണിലുണ്ണി ഞാൻ എത്ര വച്ചു. കുറേ കൊടുത്തിട്ടുണ്ടാവുമല്ലോ അമ്മമാര്, ഉമ്മ ഒരുപാട് കൊടുത്തിട്ടുണ്ടാവും കുട്ടിയൊക്കെ. ഓക്കെ, കൊടുത്തു. ആരോമൽ പൈതലേ ഞാൻ എത്ര നിന്നിലും മാറോടണച്ചു ഉണർന്നു. എപ്പോഴും അമ്മ നമ്മളെ എന്ത് ചെയ്യും, കെട്ടിപ്പിടിക്കും അല്ലെ, ഒരു സുരക്ഷിതത്വമാണ്. ഓമനെ നിഞ്ഞുറൻമിഴി വണ്ടിണത്തൂമലർ തേൻ കുഴമ്പെന്റെ തങ്കം. ഓമനെ, കുഞ്ഞുവാവേനെ വിളിക്കുന്നതാണ് കേട്ടോ. വാവേനെ പാട്ടുപാടി താരാട്ട് പാട്ടുപാടി ഉറക്കേ നമ്മ. നെക്സ്റ്റ് എന്താണ്, ഇതിൽ ഏതൊക്കെ വാക്ക്, അന്തി പറഞ്ഞ എന്താ അർത്ഥം, സന്ധ്യ. അന്തി പറഞ്ഞ എന്താ അർത്ഥം, സന്ധ്യ. സന്ധ്യാസമയം അറിയില്ല എല്ലാവർക്കും, അന്തി സന്ധ്യ ആണ് അർത്ഥം കേട്ടോ. ആദ്യം നാളെ പഠന പ്രവർത്തനങ്ങളൊക്കെ വായിക്കാം. ജസ്റ്റ് ഒന്ന് ഇതിലത്തെ അർത്ഥം പറഞ്ഞു തരുന്നതാണ്. തൂമലർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നല്ല പൂവ്. മലർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. മലർ എന്ന് പറഞ്ഞ പൂവ്, തൂമലർ എന്ന് പറഞ്ഞാൽ നല്ല പൂവ്. നെക്സ്റ്റ് ഏതാ, മുഖരമാക്കുക, ശബ്ദമുണ്ടാക്കുക. മുഖാംബുജം, മുഖമാകുന്ന അംബുജം. പിന്നെയോ ഉണരുക. ഉണരുക പറഞ്ഞ കെട്ടിപ്പിടിക്കുക. ഉണരുക, കെട്ടിപ്പിടിക്കുക. മാറോടണയ്ക്കുക. മാറ് പറഞ്ഞ അറിയോ, നെഞ്ച് അല്ലേ. നെഞ്ചോട് ചേർക്കുക. മാറോട് ചേർക്കുക പറഞ്ഞ എന്താ അർത്ഥം, നെഞ്ചോട് ചേർക്കുക. പിന്നെ മിഴി. മിഴി അറിയില്ലേ, മിഴി കണ്ണ്. മിഴി കണ്ണ്. കേൾക്കുന്നില്ല, ഇന്റർനെറ്റ് എന്തേ നിഹാര, നിഹാര പ്ലീസ് അൺമ്യൂട്ട് മോളെ. എന്താണ് നിഹാര, അൺമ്യൂട്ട് ചെയ്തേ മോളെ. നെറ്റിന് എന്തോ ഒരു പ്രശ്നമുണ്ട് തോന്നുന്നു അല്ലെ. ഓ പറഞ്ഞോ മോളെ. ഇടയ്ക്ക് ക്ലിയറും ഇല്ല. കുറച്ച് നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട് നമുക്കിന്നിവിടെ. നല്ല മഴയായിരുന്നില്ലേ. ഇപ്പോഴും ക്ലിയർ ഇല്ല. ഇടക്ക് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, നെറ്റിന്റെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഇപ്പൊ മിസ് ഏതായാലും ഇതൊന്നുകൂടി എടുക്കും, പേടിക്കണ്ട കേട്ടാ. കുറച്ച് കുട്ടികൾക്ക് ക്ലിയർ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രക്ക് ആവുന്നുണ്ട് അവര് കേട്ടോ. എന്തേമി, ചില കുട്ടിക്ക് നല്ല ക്ലിയർ ഉണ്ട്. ഓക്കെ, അപ്പൊ മിസ് ഒന്നുകൂടി പാടെ എടുക്കും കേട്ടോ. എന്തേ ഷഹ്മ, പ്ലീസ് അൺമ്യൂട്ട് ഷഹ്മ വി. ക്ലിയർ ഇല്ല. ക്ലിയർ ഇല്ല അല്ലെ, ആർക്കും ക്ലിയർ കുറവാന്ന് തോന്നുന്നുണ്ട് എല്ലാവർക്കും. ക്ലിയർ ആവുന്നില്ല. അതെ അല്ലേ മോളെ, കുഴപ്പമില്ല, നെറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ട്. എഡ്വിന് കേൾക്കുന്നില്ല. എഡ്വിൻ കുറെ സമയമായി എന്നോട് മെസ്സേജ് ചെയ്യുന്നു. എഡ്വിൻ കേൾക്കുന്നില്ല അല്ലേ മോനെ.
ഓക്കെ, നമ്മള് പാഠം Clear 3. ഇല്ല. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? പാഠം 3 ഓമനെ നീയുറങ്ങ്. ഓമനെ നീയുറങ്ങൻ മിഴി വണ്ടിന തൂമലർ തേൻകുഴമ്പന്റെ തങ്കം ആടിയും പാടിയും ചാടിയും ഓടിയും വാടിയും വീടും മുഖരമാക്കി നീ ഉറങ്ങൻ മിഴി. മിഴി എന്ന് പറഞ്ഞാൽ അറിയില്ല, നിങ്ങൾക്ക് കണ്ണാണ് കേട്ടോ മിഴി. വാടി വിയർത്ത മുഖാംബുജത്തോടെന്നെ തേടി നീ അന്തിയിൽ വന്ന നേരം നിൻകവിൾ തങ്കത്തകിട്ടിങ്കൽ പിഞ്ചുമ്മ എൻ കണ്ണിലുണ്ണി ഞാൻ എത്ര വച്ചു ആരോമൽ പൈരലെ ഞാൻ എത്ര നിന്നെയൻ മാറോടണച്ചു പുണർന്നു നിന്നു ഓമനെ നീ ഉറങ്ങൻ മിഴി വണ്ടിനത്തൂ മലർത്തേൻ കുഴമ്പെന്റെ തങ്കം. ഇതാണ് പാട്ട് അല്ലേ? അപ്പൊ നമുക്ക് ഒന്നുകൂടി അടുത്ത ക്ലാസ്സിൽ ഇത് പറയാം കേട്ടോ. ചില കുട്ടികൾക്ക് ക്ലിയർ ഉണ്ടായിരുന്നില്ല. ഓക്കെ, എന്നിട്ട് നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. എല്ലാവർക്കും എന്തെങ്കിലും മിസ്സിനോട് സംസാരിക്കാനുണ്ടോ? ഇന്നത്തെ ക്ലാസ് ഞാൻ ഒന്നുകൂടി എത്തിയതാ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. ഷഹ്മ എന്തൊക്കെയുണ്ട്? എല്ലാരും വീഡിയോ ഓഫ് ചെയ്തല്ലോ. റിലുവിന് കേൾക്കുന്നുണ്ടല്ലേ? റിലു എല്ലാരും വീഡിയോ ഓഫ് സംസാരിക്കാനുണ്ടോ? ക്ലാസ് കഴിയാറോ? ഉണ്ടോ മാവേ? ഉണ്ടോ കുഞ്ഞുമാവേ? കുഞ്ഞുമാവേനെ ഉമ്മ താരാട്ടുപാടി ഉറക്കാറുണ്ടോ? റിലുവിന്റെ കുഞ്ഞുമാവേ, നിന്നെ ഉമ്മ താരാട്ടുപാടി ഉറക്കാറുണ്ടോ? ഇല്ലേ? ജോയലിന്റെ കുഞ്ഞിനെ ഉറക്കാറുണ്ടോ? ജോയലെ ജോയൽ പ്ലീസ് അൺമ്യൂട്ട്. ഉറക്കാറുണ്ടടി? ഓക്കെ, നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞ ക്ലിയർ കുറവാണ്. മിസ് ഒന്നുകൂടി ഈ പാഠം എടുക്കാട്ടോ. ഓക്കെ, ബൈ. കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ബൈ. See you in the next class.